അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് എല്ലാവർക്കും ഒരു ഭൂമിന്റെ ആന്തരിക ഘടന ശാസ്ത്രം സയൻസ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ ഖുർആൻ പഠിക്കുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റി പറയുന്ന ഓരോരോ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കരഞ്ഞു പോകും. കാരണം ഇത് നോക്കി, ഇതില് 3000-ഓളം ഭൂമിന്റെ ഈ കോറ് കഴിഞ്ഞാൽ ഈ മേൽഭാഗം വരെ 3000 കിലോമീറ്ററോളം ആഴമുണ്ട്. ഇതെല്ലാം തന്നെ അതിഭയങ്കര ടെമ്പറേച്ചറുമാണ്. ശരിക്കും തീരെക്കാട്ടിയൊക്കെ എത്രയോ 1000 ഡിഗ്രി മേലത്തെ ലേയേഴ്സ് തന്നെ. ഈ 3000 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ അള്ളാഹു ഒരു ഒരു വിരിപ്പാണ് വിരിച്ചു തന്നിക്കുക. ഈ വിരിപ്പുമേലാണ് നമ്മളെ കടല്, പുഴ, നദികള്, ബിൽഡിങ്, ബർജ് ഖലീഫ, റോഡ്, തോട്, നാട് എല്ലാം ഉള്ളത് ഇതിന്റെ മുകളിലാണ്. ഇതിന് വെറും 5 മുതൽ 20 വരെ കിലോമീറ്റർ ഇതിന്റെ തിക്നെസ് ഉള്ളൂ, വീതിയുള്ളൂ. ഇതൊരു വിരിപ്പ്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്ന ഒരു മെത്ത വിരിച്ചു തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. ഈ മെത്തൊന്നുകൊണ്ട് മടക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടിയുള്ള അവസ്ഥ എന്താ? ഖുർആനില് സൂറത്തുൽ ബഖറയില് യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, ഓ ജനങ്ങളെ, നിങ്ങളെ മുൻഗാമികൾ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിന്, നിങ്ങൾ നാഥനെ നിങ്ങൾ ആരാധിക്കുകയും. പിന്നെ അള്ളാഹു പറയുന്നുണ്ട് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഭൂമിയെ മെത്തയും ആകാശത്തെ മെത്ത. ഈ ഭൂമിന്റെ മേലുള്ള ഈ പാടയെ അള്ളാഹു വിളിച്ചിരിക്കുന്ന വചനം നോക്കി, മെത്ത എത്ര കൃത്യം. സൂറത്തുൽ മുൽക്കിൽ ഇത് പറയുന്നുണ്ട്. ഇതെങ്ങനെയാ? സൂറത്തുൽ മുൽക്കിൽ പറയുന്നു ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാകുന്നു നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവൻ, അതിനാൽ അതിന്റെ ചുമലുകളുടെ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫി മനാകിബിഹ, അതിന്റെ ചുമലുകളിലൂടെ, സ്കിന്ന്, അതിന്റെ തോളില് ചുമലുകളിലൂടെ. നിങ്ങൾ നോക്കി, ഇത്രയും 2900 കിലോമീറ്റർ ആയുള്ള കോറ് കഴിഞ്ഞാൽ ആയുള്ള ഇതിന്റെ മുകളിലുള്ള പാടന്റെ തിക്നെസ് വെറും 5 മുതൽ 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ സ്കിൻ, ഇതിന്റെ ചുമലുകൾ എന്ന് പറയുന്ന ഈ വചനം നോക്കി, എത്ര സുബ്ഹാന ജല്ല ജലാൽ. എങ്ങനെ 1400 വർഷം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെ ഇത് കിട്ടി? നിങ്ങൾ മറ്റുള്ള മതസ്ഥരോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ ഇത്രയും കൃത്യമായി ഇതിന്റെ ചുമലുകൾ ഇത് മെത്തയായി നിങ്ങൾക്ക് വിരിച്ചു തന്ന്? ഇനി നിങ്ങൾ നോക്ക്, മറ്റുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ. ഈ മെത്ത അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ എന്താ? 1000-1200 ഡിഗ്രിയുള്ള ലാവയാണ്, ചൂടുള്ള. അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പോവും. ഇതിന്റെ മുകളിൽ അള്ളാഹു ഒരു മെത്താണ് വിരിച്ചു തന്നിക്ക. ഇത് സൗരയൂഥത്തിന്റെ ഒരു ഏകദേശ ചിത്രം. ഇത് ബുധൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഗ്രഹങ്ങൾ നോക്കും. ഇതിന്റെ മൂന്നാമതാണ് ഭൂമി വരുന്നത്. ഈ ഭൂമിയിൽ മാത്രമേ അന്തരീക്ഷം ഇതല്ലോ. ഇതിന്റെ മുകളിലൊന്നും ഈ മെത്തല്ല, ഇതിന്റെ മുകളിലൊന്നും ഈ വിരിപ്പില്ല. ഇതിലുള്ള ടെമ്പറേച്ചർ എത്ര അപകടം പിടിച്ച് 450 ഡിഗ്രി ഒരു സ്ഥലത്താണ്, ഒരു ഭാഗത്ത് -1700. ഇങ്ങോട്ട് പോയി നെപ്റ്റ്യൂണെല്ലാം കഴിഞ്ഞാൽ 2000 ഡിഗ്രി വരെ മൈനസ് തണുപ്പ്. ഇവിടെ എല്ലാം എന്തെല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് പോലെ വെള്ളത്തില്. അപ്പൊ ഇതിലെല്ലാമുള്ള അവസ്ഥ അതിഭീകരമായ കാലാവസ്ഥ ഇതില്. എന്നാൽ ഇതിനൊന്നും ഇതുപോലുള്ള ഒരു മെത്തല്ല എന്നുള്ള നിങ്ങൾ ചിന്തിക്കണം. മറ്റ് ഗ്രഹങ്ങളുടെ ഭൂമിയിൽ മാത്രം അള്ളാഹു നിവാസയോഗ്യമാക്കി നമ്മൾ തന്നിരിക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കി. യാ അള്ളാഹ് സൂറത്തുൽ അൻആമില്, സൂറത്തുൽ നമലില് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അമ്മൻ ജഅലൽ അർള ഖറാറാ, നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തരുകയും അതിനിടയിൽ നദികൾ ഉണ്ടാക്കി തരുകയും. വജഅല ഖിലാലഹ അൻഹാറ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസാ അഇലാഹും അല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവമുണ്ടോ ഇതെല്ലാം ഉണ്ടാക്കി തന്നെ? ഏത് മനുഷ്യനും ചിന്തിക്കാനുള്ള തൗഫീക്ക് മനുഷ്യൻ കൊടുക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കാതെ നിങ്ങൾ പോയല്ലേ?